വിജയുടെ അവസാനത്തെ സിനിമയായ ജനനായകൻ തെലുങ്ക് പടമായ ഭഗവത് കേസരിയുടെ റീമേക്ക് ആണോ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ റൂമർ ആദ്യമായിട്ട് പൊങ്ങി വരുന്നത് 4.5 കോടി രൂപയ്ക്ക് ഭഗവത് കേസരിയിലെ ഒരു സീൻ ജനനായകൻ ടീം വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു സീൻ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നതിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു മികച്ച സീൻ തന്നെയായിരുന്നു. സിനിമ ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ആ ഒരു സീൻ തന്നെയായിരുന്നു. ആ സീനാണ് തമിഴ് സിനിമയായ ജനനായകന് വേണ്ടി അവരുടെ ടീം വാങ്ങിച്ചത്. ഇതായിരുന്നു ആദ്യം വന്ന റൂമർ. കുറച്ചാൾ മുമ്പ് ഒരു സ്റ്റേജ് ഷോയില് VTV ഗണേഷ് എന്ന് പറയുന്ന തമിഴ് നടൻ ഒരു കാര്യം പറയുകയുണ്ട്. ഭഗവത് കേസരി 5 ടൈം பார்த்தேன் ഗണേഷ്. I like the film. I want him to direct. അതായത് വിജയ് സാറ് 5 തവണ ഭഗവത് കേസരി എന്ന് പറഞ്ഞ സിനിമ കാണുകയും അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിനായിട്ട് അദ്ദേഹം സംവിധായകനായിരുന്ന രവി പുടിയെ സമീപിച്ചിരുന്നു. ആക്ച്വലി ഇത്രയും നേരം ഞാൻ പറഞ്ഞിരുന്നതെല്ലാം തന്നെ വെറും റൂമറുകളായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി അവരൊരു സോങ് ഇറക്കി വിട്ടു. ഈ സോങ്ങോടുകൂടി ഒരു കാര്യം ഉറപ്പായി, ഏകദേശം 90% ഭഗവത് കേസരിയുടെ റീമേക്ക് തന്നെ ആവാനാണ് സാധ്യത. ഭഗവത് കേസരിയിലെയും ജനനായകനിലെയും ഈ 2 പോസ്റ്ററുകൾ ശ്രദ്ധിക്കുക, ഈ പോലീസ് യൂണിഫോം ശ്രദ്ധിക്കുക. ഭഗവത് കേസരിയിലെ ബാലയ്യ ഒരു പോലീസുകാരനായിരുന്നു. അയാളുടെ ഫ്ലാഷ് ബാക്കിൽ അത് കാണിക്കുന്നുണ്ട്. വിജയ് ഇരിക്കുന്ന ഈ ഒരു ചെയറും ബാലയ്യ ഇരിക്കുന്ന ഈ ഒരു ചെയറുമുള്ള സീനും ശ്രദ്ധിക്കുക. ഏകദേശം സിമിലാരിറ്റീസ് ഒരുപാടുണ്ട്. അതല്ലാണ്ട് മമിത അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ കഴുത്തിലെ ഈ മാല ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭഗവത് കേസരിയിലെ ഈ ഒരു ഹീറോയിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധിക്കുക. ഏകദേശം സിമിലാരിറ്റീസ് എല്ലാം ഒരുപോലെ വരുന്നതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള കാര്യമായിട്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഈ റൂമർ ശക്തിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളോട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാം. ഒരു ടാഗ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് ടോർച്ച് ബെയർ ഓഫ് ഡെമോക്രസി എന്നാണ്. ഇത് ശക്തമായൊരു പൊളിറ്റിക്കൽ പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു സിനിമ ആയിരുന്നു ഭഗവത് കേസരി എന്ന് പറയുന്നത്. അപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയും പുള്ളിക്കാരൻ്റെ അവസാനത്തെ പടമായി ഇതിനെ കൺസിഡർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഒരു സിനിമയിലൂടെ ശക്തമായ രാഷ്ട്രീയം പറയാൻ വിജയ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇതിൻ്റെ പോസ്റ്ററും ഇതിൻ്റെ ടൈറ്റിലും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന സോങ്ങിൻ്റെ കുറച്ച് ഫുട്ടേജ് ഒക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും ഇത് റീമേക്ക് ആക്കണോ അതോ ഒരു ഫ്രഷ് സബ്ജക്റ്റ് ആയിരുന്നോ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്? എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ഇറ്റ്സ് മീ പൾപ്പ് ഫിക്ഷനിസ്റ്റ്. ഐ ലവ് സിനിമാസ്. പിന്നെ സബ്സ്ക്രൈബ് മറക്കരുത്. ഓക്കെ, ബൈ.